വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ അതാ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുറേ കാലത്തിന് ശേഷം പിന്നെയും വീഡിയോ ആയിട്ട് വരിക കേട്ടോ. ഇങ്ങനെ എപ്പോഴും വീഡിയോ എടുത്ത് വരുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇനി നന്നായിട്ട് വീഡിയോ എടുക്കും. പക്ഷെ നടക്കാറില്ല കേട്ടോ. കാരണം ഓരോ തിരക്കും കാര്യങ്ങളാകുമ്പോൾ തീരെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇനി നമ്മൾ മാക്സിമം വീഡിയോ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നമ്മൾ മുൻപ് ഒരുപാട് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കാണിച്ചിട്ടുണ്ട്. ഷാംപൂ, ഇപ്പം ഫേസ് വാഷ്, ഹെയർ ഓയിൽ, ഒരുപാട് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ. എനിക്കത് യൂസ് ചെയ്തിട്ട് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഏതാ പ്രൊഡക്റ്റ്, എന്താ സംഭവം എന്നൊക്കെ നമുക്ക് കണ്ടാലോ. അപ്പൊ ഇതാട്ടോ നമ്മുടെ പ്രൊഡക്റ്റ്. ഓക്കെ, ഇത് സ്കാൽപ് പ്ലസ് ആണ് കേട്ടോ. എക്സ്പേർട്ട് ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ്. മെയിനായിട്ട് നമ്മുടെ താരൻ മാറാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി ഷാമ്പു ആണ് കേട്ടോ. എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല മാറ്റം വന്ന ഒരു ഷാമ്പു ആണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയണമെങ്കിൽ ഇത് നല്ല അടിപൊളി പാക്കേജിലാണ് വന്നത്. ഒരു ബ്ലൂ കളർ പാക്കേജിലാട്ടോ വന്നത്. ഇത് ഏകദേശം ഒരു 75 ml ഒരു ബോട്ടിലാണ്. ഈ 75 ml 280 ആട്ടോ, 280 രൂപയാണ്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊസീജിയറൊക്കെ വെച്ച് നോക്കണമെങ്കിൽ ഈ ഒരു പ്രൈസ് അഫോർഡബിൾ ആണ് കേട്ടോ. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് ഒരുപാട് ഡാൻഡ്രഫും കാര്യങ്ങളുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യുന്ന ഒരു ഷാമ്പു ആണ്. ഇത് നമുക്ക് ഫസ്റ്റ് യൂസ് തന്നെ നമ്മൾ 50% ഓഫ് എന്താ പറയുക നമ്മുടെ ഡാൻഡ്രഫ് മാറും കേട്ടോ. എനിക്ക് ഒരു മാസം യൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ സ്കാൽപ്പിലുള്ള ഡാൻഡ്രഫ് നന്നായിട്ട് മാറി, ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ മാറി കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ 5 എക്സ്പേർട്ട് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. ഒന്ന് ആൻറ്റി ഡാൻഡ്രഫ് ആണ്, ആൻറ്റി റിക്കറൻസ് ആണ്, അതുപോലെ പ്രിവെന്റ് ഇച്ചിങ്, ഫ്ലേക്കിംഗ് ആൻഡ് സ്കെയിലിംഗ്, പ്രിവെന്റ് ഹെയർ ഫാള്, അതുപോലെ കണ്ടീഷനിങ്. ഇങ്ങനെ 5 എന്താ പറയുക എക്സ്പേർട്ട് ബെനിഫിറ്റ്സ് ഈ ഒരു പ്രൊഡക്റ്റിനുണ്ട്. ഇതിനി യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും. അപ്പൊ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഇത് ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷെ ഞാനിതൊരു 2 തവണ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് നല്ലോണം എന്താ പറയുക കെമിക്കലുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പം നമുക്ക് ഒരുപാട് അങ്ങ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ എന്തായിട്ടും നമ്മളെ ഹെയറിന് ഡാമേജ് ആകും. അപ്പം ഞാനിത് 2 തവണയൊക്കെയാണ് ഒരാഴ്ചയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് വേണ്ട എമൗണ്ടിൽ പ്രൊഡക്റ്റ് എടുക്കുക. അത് ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് നമ്മുടെ ഹെയറിൽ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഫിംഗർ വെച്ചിട്ട് മസാജ് ചെയ്യുക. ഒരു 1 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് അത് ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകി കളയുക. ഇങ്ങനെ റിപ്പീറ്റ് 3 പ്രാവശ്യം ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ നമുക്ക് ഒരു തവണ ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് നമ്മൾ അങ്ങോട്ട് നമ്മളെ ഹെയറിൽ ഡിസ്റ്റർബ് ചെയ്യേണ്ട. കാരണം കുറച്ച് കെമിക്കലുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഞാനിതിങ്ങനെ ഒരു മാസത്തിൽ ഒരു 4 ആഴ്ച ഉണ്ടെങ്കിൽ അതിലാഴ്ചയിൽ 2 തവണ വെച്ച് ഞാൻ ചെയ്തു കേട്ടോ. അപ്പം തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നല്ല കട്ടിയുള്ള താരനാണെങ്കിൽ പോലും ഇത് യൂസ് ചെയ്താൽ നന്നായിട്ട് മാറും കേട്ടോ. കട്ടിയുള്ള താരം എന്ന് പറയുമ്പോൾ നമ്മൾ ചീപ്പ് വെച്ച് ചീകുമ്പോൾ തന്നെ നമ്മുടെ ചീപ്പിൽ അത് താരം വരാറുണ്ട്. അങ്ങനെയുള്ള താരനൊക്കെ ഉള്ള ആൾക്കാരാകുമ്പോഴും ഇത് നന്നായിട്ട് യൂസ് ചെയ്യുമ്പോൾ മാറും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഷോൾഡറിലൊക്കെ താരം വന്ന് വീഴാറുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അല്ലേ. അപ്പം ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും. ഇപ്പം നമ്മൾ മാസത്തിൽ ഒരു 4 ആഴ്ചയിൽ 2 തവണ അങ്ങനെ വെച്ച് യൂസ് ചെയ്താൽ മതി. പിന്നെ ആദ്യം ഒരു മാസം ഇങ്ങനെ യൂസ് ചെയ്തതിന് ശേഷം അടുത്ത മാസത്തിൽ ഒരിക്കൽ മന്ത്ലി വൺസ് അങ്ങനെ ആക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഡെയിലി യൂസ് ചെയ്യരുത്. കാരണം ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ഹെയറിനെ നന്നായിട്ട് ബാധിക്കും. ഇപ്പം ഇത് യൂസ് ചെയ്താൽ തന്നെ നമ്മളെ ഹെയർ നന്നായിട്ട് ഡ്രൈ ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതൊരു നെഗറ്റീവാണ് ഇതിൻ്റെ. കാരണം ഇതിന് നന്നായിട്ട് കെമിക്കലുണ്ട്. അപ്പം എന്താ പറയുക താരനെ കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നന്നായിട്ട് മാറ്റം വരും. അപ്പം പിന്നെ അത് ആദ്യത്തെ മാസം ഇങ്ങനെ യൂസ് ചെയ്തിട്ട് പിന്നെ മാസം ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. ഇടയ്ക്കൊന്ന് ഈ ഒരു ഷാമ്പു വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനത്തെ ഒരു ടിക് ടാക്ക് മോഡലാട്ടോ. അങ്ങനെ നമുക്ക് ഇങ്ങനെ തുറക്കാം. എന്നിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത് ഇതിൻ്റെ തീർന്നു കേട്ടോ. കാരണം ഇങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. ഒരു പിങ്ക് കളറിലാട്ടോ ഈ ഷാമ്പു വരുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഫിംഗർ വെച്ചിട്ട് മസാജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഒരു റണ്ണി കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഇതിന് വരുന്നത്. ഓക്കെ,
പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ് കേട്ടോ. അതേപോലെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, അതുപോലെ എല്ലാ ഓൺലൈൻ സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് വന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇത് ട്രാവൽ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആട്ടോ, അങ്ങനത്തെ ലീക്ക് ആവുമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഒക്കെ അത് യൂസ് ചെയ്യാം, കൊണ്ടുപോവാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും കമൻസിലൂടെ പറയണം കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ടൊരു റിസൾട്ട് കിട്ടിയൊരു പ്രൊഡക്റ്റ് അതിനെ കൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്തത്. പക്ഷെ ഡെയിലി ഒരിക്കലും യൂസ് ചെയ്താൽ നിങ്ങളെ ഹെയർ ഫോള് ഹെയറിന് നന്നൊരു ഡാമേജ് ഉണ്ടാവും കേട്ടോ. കെമിക്കൽ പ്രൊഡക്റ്റ് അതിനെ കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇനി ഇങ്ങനത്തെ റിവ്യൂസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, അത്രയ്ക്കുള്ളൂ. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.